നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മഹാപുരോഹിതന്മാരുടെ അടങ്ങാത്ത മതഭ്രാന്ത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചത് എല്ലാം മഹാപുരോഹിതനോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചു. പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിങ്കൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അസൂയ നിമിത്തമാണ് മഹാപുരോഹിതന്മാർ പിടിച്ച് പീലാത്തോസിനെ ഏൽപ്പിച്ചത്. പീലാത്തോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ ഈ നീതിമാന്റെ കാര്യത്തിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ ചുമത്തുന്ന കുറ്റമൊന്നും ഞാൻ വിസ്തരിച്ചിട്ട് കാണുന്നില്ല. ഹെരോദാവും കണ്ടില്ല എന്ന് പീലാത്തോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർ ജനത്തെ സ്വാധീനിച്ചു. യേശുക്രിസ്തുവിനെ കുരിശിക്കുവാൻ, ഏറ്റവും ഹീനമായ കുരിശുമരണം അവന് നൽകുവാൻ ജനത്തെ പ്രേരിപ്പിച്ചു. അപ്പോൾ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് കൈസറല്ലാതെ രാജാവില്ല. ഇവിടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനെ അടിപ്പിച്ച് വിട്ടയക്കാം. അടിപ്പിക്കുക എന്ന് പറയുന്നത് 1-2 അടിയല്ല, 40 അടിയാണ്. അത് ചാട്ടവാറിനാണ്. അത് പുറമെല്ലാം ഉഴവ് ചാല് പോലെ കീറും. അങ്ങനെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനെ അടുപ്പിച്ചു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഇതുപോരാ, അവനെ ക്രൂശിക്കണം എന്ന് മഹാപുരോഹിതന്മാർ പറഞ്ഞു. ജനവും അത് പറഞ്ഞു. ഞാൻ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പീലാത്തോസ് പറഞ്ഞപ്പോൾ ജനം പറയുന്നത്, അല്ലെങ്കിൽ മഹാപുരോഹിതൻ പറയുന്നത്, കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരുത്തനെ വെറുതെ വിട്ടാൽ നീ കൈസറുടെ സ്നേഹിതനല്ല, നീ കൈസറുടെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇക്കാര്യം കൈസറെ അറിയിക്കും. പീലാത്തോസ് തൻ്റെ നാടുവാഴി സ്ഥാനം, ഗവർണർ സ്ഥാനം നിലനിർത്താൻ വേണ്ടി യേശുവിനെ വിധിക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. ഇതോടെ മഹാപുരോഹിതന്മാരുടെ കലി അടങ്ങേണ്ടതാണ്, യേശുവിനോടുള്ള പക അടങ്ങേണ്ടതാണ്. പക്ഷേ യേശു താൻ പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അക്കാര്യം യേശുവിൻ്റെ ശിഷ്യന്മാരൊന്നും അല്ല ചെന്ന് പറഞ്ഞത്. കാവൽ നിന്ന ആളുകൾ ആണ് മഹാപുരോഹിതന്മാരെ സമീപിച്ച് പറഞ്ഞത്. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവര് കല്ലറയ്ക്ക് കാവൽ നിർത്തിയത് തന്നെ ആ ചതിവൻ ജീവനോട് ഇരുന്നപ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാർ മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞ് പിടിപ്പിക്കും. അതുകൊണ്ടാണ് കാവൽക്കൂട്ടത്തെ വേണമെന്ന് പീലാത്തോസിനോട് ആവശ്യപ്പെട്ടത്. പീലാത്തോസ് നൽകിയത്. പക്ഷെ ഇപ്പോൾ കാവലൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ കാവൽക്കാരാണ് യേശു ഉയർത്ത കാര്യം ആദ്യം കണ്ടത്. അവർ ചെന്ന് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റു. ഒരു ദൂതൻ വന്ന് കല്ലുരുട്ടി അതിന്മേൽ ഇരുന്നു. ഞങ്ങൾ ആ ദൂതനെ കണ്ട് പേടിച്ച് മരിച്ചവരെ പോലെ ആയി. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാർ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം. പീലാത്തോസ് 30 വെള്ളിക്കാശ് അവരുടെ അടുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഈ പൈസ ശ്രീഭണ്ഡാരത്തിൽ ഇടാൻ കൊള്ളുകയില്ല. എങ്കിൽ ആ ശ്രീഭണ്ഡാരത്തിലെ പൈസ ഇങ്ങനെ കള്ളത്തരത്തിന് വിനിയോഗിക്കുന്നത് ശരിയാണോ? നല്ല പൈസ വേണം അതിലിടാൻ. കാരണം പഴയ നിയമത്തിലുണ്ട്, വേശ്യയുടെ കൂലി ഇതിനകത്ത് ഇടാൻ പാടില്ല, നായുടെ വില അല്ലെങ്കിൽ പുരുഷവേശ്യമാരുടെ പണം ഇതിലിടാൻ പാടില്ല എന്ന് പഴയ നിയമത്തിലുണ്ട്. നല്ല പൈസയെ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. എങ്കിൽ അതിൻ്റെ വിനിയോഗവും അങ്ങനെ ആയിരിക്കണ്ടേ, നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കണ്ടേ. പക്ഷേ ദൈവമക്കൾ ദൈവനാമ മഹത്വത്തിനായിട്ട് തങ്ങളുടെ അധ്വാനത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് കിട്ടിയ ഈ പണം എടുത്ത് അവര് കള്ളത്തരത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ട് വിനിയോഗിക്കുകയാണ്. ദൈവമനുഷ്യനായ
ഉയർത്തെഴുന്നേൽപ്പിലൂടെ ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയിച്ച യേശുവിനെതിരെ അപവാദം പറയാൻ അവർ ഈ പണം വിനിയോഗിക്കുകയാണ്. ഈ മഹാപുരോഹിതന്മാർ പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ നാട് നീളെ ചെന്ന് പറയണം, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് ശവം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയി. ഉറങ്ങിക്കിടക്കുമ്പോൾ ആർക്കും കാഴ്ച കാണാൻ സാധിക്കുകയില്ലെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് അവൻ്റെ ശിഷ്യന്മാർ കല്ല് നീക്കി അകത്ത് കടന്ന് ഈ ശവം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് അവർ പിടിച്ചില്ല? അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത് ഈ ശിഷ്യന്മാർ യെരുശലേമിലുണ്ടല്ലോ, അവർ ഈ ശവം എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? എന്തായാലും നാറ്റം വെച്ചിരിക്കുന്ന ഈ ശവത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഒരിക്കലും ഇവര് ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്യുകയോ ഈ ശവം ഹാജരാക്കാൻ പറയുകയോ അതിനെതിരെ കേസെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞു കിടന്നു, യേശുക്രിസ്തു ഉയർത്തതല്ല, ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോഴാണ് സംഭവിച്ചത് എന്നവർ പൈസ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്ന സമയത്ത് പടജനം വന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ കൈക്കൂലി വാങ്ങിക്കരുത്, അന്യായമായിട്ടൊന്നും ചെയ്യരുത്, നിങ്ങളുടെ ശമ്പളം മാത്രം മതിയെന്ന് വെപ്പീനെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞവരാണ് ഇവര്. പക്ഷെ ഇപ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ, പൈസ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് കള്ളത്തരം പറയുകയാണ്. അവർ നാട് നിങ്ങളെ പറഞ്ഞു നടന്നു, യേശു ഉയർത്തതൊന്നുമല്ല, അവൻ ശിഷ്യന്മാർ ചുമ്മാ പറയുന്നതാണ്, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് ആ ശവം മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എന്നിവര് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഫലപ്രദമായില്ല. ഇന്നും കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയേറ്റ് യാതന അനുഭവിച്ച് അല്ലെങ്കിൽ യാഗമായതാണ്. അവൻ ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അവൻ വീണ്ടും വരുമെന്ന് ബൈബിൾ പറയുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ ആളുകൾക്ക് മനസ്സല്ല. യേശുവിനെ വെറും ഒരു ഉപദേഷ്ടാവായിട്ട്, യേശുവിനെ വെറും ഒരു യഹൂദനായിട്ട് കണക്കാക്കാനാണ് ആളുകൾക്ക് താല്പര്യം. പ്രിയപ്പെട്ടവർ, എന്നാൽ യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിനായി ജീവിക്കുവാൻ ജനകോടികൾ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരെല്ലാം യേശുവിനെതിരായിട്ട് പ്രവർത്തിച്ചാലും, ഏതെല്ലാം രാജ്യങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ടാലും, പിന്നെയും സുവിശേഷം അതിൻ്റെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും, യേശുവിൻ്റെ വീണ്ടും വരവ് വരെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.